കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട് ടൗൺഷിപ്പിൻ്റെ വേദിയിലിരിക്കുമ്പോൾ നൈസമോളെ ചേർത്ത് പിടിക്കുമ്പോൾ ഈ നാട് വല്ലാതെ ഒരു ഗദ്ഗതത്തോടു കൂടി ഇങ്ങനെ ശ്വാസമടക്കി പിടിച്ചിരുന്ന ആശ്വാസച്ചിരി മുഖത്ത് വിരിഞ്ഞിരുന്നില്ലേ നമ്മുടെയെല്ലാം. ഇടതുപക്ഷം ഹൃദയപക്ഷമായി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് തൊട്ടടുത്ത സംസ്ഥാനത്തേക്ക് നോക്കണ്ടേ നമ്മൾ. കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലും കർണാടകയിലും ബുൾഡോസർ രാജ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് കാണുന്നില്ലേ നിങ്ങൾ? പാവപ്പെട്ടവരെ വീട് കൊടുത്ത് ഹൃദയപക്ഷത്തോട് ചേർത്ത് നിർത്തുന്ന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കുമ്പോഴാണ് ഇവിടെ വീട് കൊടുത്ത് വലിയ പ്രഹസനം സൃഷ്ടിക്കാൻ കാട്ടിൽ കൊണ്ടുപോയി കല്ലിട്ട കോൺഗ്രസ് കൂട്ടങ്ങളുടെ സർക്കാർ കർണാടകയിലും തെലങ്കാനയിലും ബുൾഡോസർ രാജിലൂടെ മനുഷ്യരെ തെരുവിലേക്ക് ഇറക്കി വിടുന്നത് എന്നുള്ളതാണ്. ഒരു കണക്കിന് ഇങ്ങനെ ചേർത്ത് പിടിക്കേണ്ട കാര്യങ്ങൾ വരുമ്പോഴാണ് തെലങ്കാനയിലും കർണാടകയിലും ഈ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന്. ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവിന് പോലും മറുപടിയില്ല. കാട്ടിലിട്ട കല്ലിൻ്റെ വലിപ്പം തപ്പി നടക്കുകയാണ് അവരിപ്പോഴും. യൂത്ത് കോൺഗ്രസ് ജനീഷ് കുമാർ അടക്കമുള്ളവർ പറഞ്ഞു, സർക്കാരിൻ്റെ വീട് വരുമ്പോൾ കോൺഗ്രസിൻ്റെ വീടും യൂത്ത് കോൺഗ്രസിൻ്റെ വീടും ഈ നാട്ടിൽ തലയുയർത്തി നിൽക്കുമെന്ന് പറഞ്ഞത് ചോദിക്കാൻ പോലും മാധ്യമങ്ങൾക്ക് യൂത്തനെ കിട്ടുന്നില്ല എന്നുള്ള സ്ഥിതി കേരളത്തിലുണ്ട്. തൊട്ടടുത്ത സംസ്ഥാനത്തെ കാര്യങ്ങളോ പാവങ്ങളുടെ കഞ്ഞിയിൽ പാറ്റയിടുന്ന രീതിയിൽ മുഴുവനും തരിപ്പണമാക്കുന്ന പ്രവർത്തനങ്ങളുമായി അവർ മുമ്പോട്ട് പോവുകയാണ്. ഇതാണ് പറയുന്ന വാക്കിനോടൊരൽപ്പം പോലും മാന്യതയോ കൂറോ പുലർത്താത്ത, പറയുന്ന വാക്ക് പാലിക്കാത്ത കൂട്ടമാണ് കോൺഗ്രസ് ഈ രാജ്യത്ത് മുഴുവനുമെന്ന് പറയേണ്ടി വരിക. കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പരാജയപ്പെട്ട കോൺഗ്രസ് ഇന്ന് ഹൃദയപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന സർക്കാരിനെ അകാരണമായി ആക്രമിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഈ രാജ്യത്തെ മുഴുവൻ പ്രവർത്തനങ്ങളും ഹിന്ദി ഹൃദയഭൂമിയിൽ അവർക്ക് തേരോട്ടമുണ്ടാക്കാൻ സാധിക്കാത്തതും ജനങ്ങളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി ജനപക്ഷത്ത് നിൽക്കാൻ കഴിയാത്തതും പ്രതിപക്ഷത്തായിരിക്കട്ടെ ഭരണപക്ഷത്തായിരിക്കട്ടെ എവിടെയാണെങ്കിലും കോൺഗ്രസിൻ്റെ നിലപാട് സമീപകാലങ്ങളിൽ അതാകുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് മോദി ഭരണകൂടത്തിനെതിരെ പോലും കോൺഗ്രസ് ഇങ്ങനെ തരിശായി പോകുന്നത് എന്നുള്ളതാണ്. BJPയെ കുറിച്ച് പറയുമ്പോൾ ആളിക്കത്തുന്ന മതസാഹോദര്യമുള്ള നിരവധി സംസ്ഥാനങ്ങൾ ഈ നാട്ടിലുള്ളപ്പോൾ അവിടെ പോലും കോൺഗ്രസിന് ഒരു അപ്പർ ഹാൻഡ് എടുക്കാൻ കഴിയാതെ പോകുന്നത് ഹൃദയപക്ഷത്തോ ജനപക്ഷത്തോ മനുഷ്യത്വത്തിൻ്റെ ഭാഗത്തോ കോൺഗ്രസ് ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞു പോകുന്നത് വരും കാലങ്ങളിൽ കോൺഗ്രസ് ഇന്ത്യയിൽ ഇല്ലാതാവുക തന്നെ ചെയ്യുമെന്ന്. അത് കേരളത്തിൽ മാത്രം ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രതിഭാസമായി നിഷ്കളങ്കരെ നിങ്ങൾ വായിക്കണ്ട. കേരളത്തിൽ എന്നല്ല, കോൺഗ്രസ് ജനപക്ഷത്ത് ചേർന്ന് നിൽക്കാത്തിടത്തോളം കാലം ഒരപ്പർ ഹാൻഡും ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് കോൺഗ്രസിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. തെലങ്കാനയിലും കർണാടകയിലും മനുഷ്യരുടെ ജീവന് വില പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് ഭരണകൂടം മുന്നോട്ട് പോകുന്നത് എന്നും രാഷ്ട്രീയ നിരീക്ഷകർ ചേർത്ത് വായിച്ചു പറയുന്നത് അതുകൊണ്ട് തന്നെ.